ആധാരമായി എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യർ ചാപ്റ്റർ 5 വേഴ്സ് 14. അതിങ്ങനെയാണ് പറയുന്നത്: അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം നമുക്കെല്ലാം സുപരിചിതമായ ഒരു വചനമാണ്, നമ്മളിപ്പോഴും വായിക്കുന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ലേഖനമാണ് പൗലോസിൻ്റെ എഫേസ്യ ലേഖനം. അതുപോലെ തന്നെ എഫേസ്യ ലേഖനത്തിൽ ഒരു ദൈവ പൈതൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഏറ്റവും കൃത്യതയോടുകൂടി എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം കൂടെയാണ്, ലേഖനമാണ് പൗലോസിൻ്റെ ഈ ലേഖനം. എനിക്ക് ഈ വചനം ഇഷ്ടപ്പെടാൻ കാരണം, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ആരെങ്കിലും ഒന്ന് ഉണർത്തുന്നത് എപ്പോഴും നല്ലതാണ്. ഹല്ലേലൂയ. ഞാൻ ദിവസങ്ങളിൽ വചനമൊക്കെ ശുശ്രൂഷിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ ഉറങ്ങുവാന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. എൻ്റെ മമ്മിയൊക്കെ നാട്ടിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഉറങ്ങുന്നവനെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് അമ്മമാർ ഇവിടെ കൂടുതൽ വന്നവർക്ക് അറിയാമല്ലേ. പിള്ളേരെ നമ്മൾക്ക് ഉണർത്താൻ എളുപ്പമാണ് അവർ ഉറങ്ങുവാണെങ്കിൽ, പക്ഷെ ചില പിള്ളേർ ഉറക്കം നടിച്ച് കിടക്കും, അത് ഇച്ചിരി പാടാണ് അല്ലേ. ഇപ്പോൾ സെയിം വേ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കത് ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നമ്മൾ ഉറങ്ങുവാന്ന് നമുക്കറിയത്തില്ല, നമ്മൾ വിചാരം നമ്മൾ ഭയങ്കര കർത്താവിന് വേണ്ടി അങ്ങ് എരിഞ്ഞ് എല്ലാം ചെയ്യുവാന്ന്. പക്ഷെ കർത്താവ് നമ്മളെ നോക്കിയിട്ട് പറയുക, ആത്മീയത്തിൽ എന്ത് ചെയ്യുക, ഉറങ്ങുക. ഇന്ന് കർത്താവ് എന്നെ ഇവിടെ അയച്ചത് ഒരു മെസ്സേജുമായിട്ട്. മെസ്സേജ് ഞാൻ പറയാം: ഉറങ്ങുന്നവരെല്ലാം ഇന്നൊന്ന് ഉണരണം, കർത്താവ് വരാറായി, സഭയെ ചേർക്കാറായി. ഹല്ലേലൂയ. ഞാൻ കുറേ നാൾ ഉറങ്ങിയതാണ്. ഓക്കെ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ഇപ്പോഴും പൂർണ്ണമായി എഴുന്നേറ്റെന്ന് പറയത്തില്ല. ദർ ആർ ഏരിയാസ് സ്റ്റിൽ ഐ ഹാവ് ടു അവേക്ക് മൈസെൽഫ്. അതുകൊണ്ട് ഞാനിപ്പോഴും പറയും, കുറേ നാൾ ഉറക്കം നടിച്ചത് കൊണ്ടായിരിക്കും. ഉള്ളവരെ കാണുമ്പോൾ എനിക്കറിയാം അവർ ആത്മീയത്തിൽ ഉറങ്ങുകയാണ്. അത് ദൈവം എനിക്ക് തന്നൊരു കൃപയായിരിക്കും. ബിക്കോസ് നമ്മളൊക്കെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ കൂടെ ദൈവം നമ്മളെ കടത്തി വിടുന്നത് നാളെ നമ്മുടെ ശുശ്രൂഷ അതാ. അല്ലെങ്കിൽ ചില ഏരിയാസിൽ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും സ്ട്രഗിളും നാളെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെ ദൈവം എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. സോ എന്നെ ദൈവം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടത്തി വിട്ടത് കൊണ്ടായിരിക്കാം ഈ ആത്മീക ഉറക്കം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ പെട്ടെന്ന് എനിക്ക് തിരിച്ചറിയാം. പക്ഷെ നമ്മൾ ഫിസിക്കൽ ഐസ് കൊണ്ട് കണ്ട ദേ ആർ ദ ആക്റ്റീവ് മെമ്പേഴ്സ് ഓഫ് ദ ചേർച്ച്. പക്ഷെ ആത്മീകത്തിൽ അവർ കർത്താവിൻ്റെ കണ്ണിൽ അവരെന്തുവാ, ഉറങ്ങുക. സോ ഇന്ന് പകൽക്കാലം പെട്ടെന്ന് ദൈവം എനിക്ക് നൽകി തന്ന ആത്മീയ ചിന്തയിലേക്ക് നിങ്ങളെല്ലാവരും ഒരുമിച്ച് എൻ്റെ കൂടെ ഒന്ന് വരണം കേട്ടോ. ഹല്ലേലൂയ. അതിന് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വായിച്ച വചനം കേട്ടു. അവിടെ എഴുതിയിരിക്കുന്ന അവേക്ക് സ്ലീപ്പർ ആൻഡ് അറൈസ് ഫ്രം ദ ഡെഡ്. ഈ വാക്യം ഞാൻ വായിച്ചപ്പം ഉറങ്ങുന്നവരുടെ ഇടയിൽ നിന്ന് എഴുന്നേക്കാനാ പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇയാൾ ഉറങ്ങുന്ന എവിടെയാണെന്നറിയോ? മരിച്ചവരുടെ ഇടയിൽ. സോ ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ ഞാൻ ഓർത്ത്, കർത്താവ് മരിച്ച ആടെ കൂടെ എങ്ങനെയാണ് നമ്മൾ ഉറങ്ങി കിടക്കുന്നത് അല്ലേ? ആത്മീക ജീവിതത്തിൽ നമ്മൾക്ക് അറിയത്തില്ല. ഇപ്പം ഇവിടെ ഇരിക്കുമ്പോൾ പല സഭകളിൽ നിന്നുള്ളവരായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. ചിലയിടത്തൊക്കെ ഒരു ഗ്യാപ്പുണ്ട്, ഒരാളുടെ 2 പേരുടെ ഇടയിലൊക്കെ ഗ്യാപ്പുണ്ട്. തൊട്ടടുത്തിരിക്കുന്ന ആളെക്കുറിച്ച് അറിയില്ലായിരിക്കാം. പക്ഷെ നമ്മൾ സ്ഥിരം ചർച്ചിലൊക്കെ സൺഡേ പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ മരിച്ചതാണോ എന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. അയ്യോ, അവർ പാട്ട് പാടുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, സ്തോത്രവും പറയുന്നുണ്ട്, അത് നമ്മൾ ചിന്തിക്കുന്നതാ. പക്ഷെ അവരുടെ സ്തോത്രം കേട്ടാലറിയാം മരിച്ചവൻ്റെ സ്തോത്രമാണോ ജീവനുള്ളവൻ്റെ സ്തോത്രമാണോ. ഓക്കെ, ഞാൻ ഈ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക എന്നുള്ള വചനം ഞാൻ പഠിച്ചപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത്, പുതിയ നിയമത്തിൽ റെവലേഷൻസിനകത്ത് 3-ാം അധ്യായത്തിൽ ഒരു സഭയോട് ദൂത് പറയുമ്പോൾ എടുത്ത് സഭയോട് പറയുന്ന ഒരു ദൂതുണ്ട്. അതും കൂടെ ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ചാലേ ഈ ദൂത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അവിടെ പറയുന്ന സർദീസിലെ സഭയോട് പറയുക, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാ. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറയുന്നത്, എപ്പോഴും ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ നിന്നാണ് പ്രസംഗിക്കുന്നത് കേട്ടോ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ചർച്ചിൽ മുടങ്ങാതെ പോകുന്നത് കൊണ്ട്, പ്രാർത്ഥന ഒന്നുപോലും മുടക്കാതെ പോകുന്നത് കൊണ്ട്, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, ഉച്ചയ്ക്കും പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, രാത്രിയിലും പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം. സോ ഇത് ചെയ്താൽ ഞാൻ എവിടെ എത്തും? സ്വർഗത്തിലെത്തും. സോ ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നത് ഈ ഔട്ട്വേർഡിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അത് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. സോ ഇന്ന് ആദ്യം പാടിയ പാട്ട് എന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ബിക്കോസ് ഗാഡ് ലുക്സ് ഇൻ ടു യുവർ ഹാർട്ട്. ഞാൻ എവിടെയും അത് പറയുന്നൊരു കാര്യം. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് പാട്ട് പാടുന്നില്ല, ഞാൻ പ്രസംഗിക്കുന്നു.
ഞാൻ ഈ പ്രസംഗിക്കുന്നതിൻ്റെ ഇൻറ്റൻഷൻ എൻ്റെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ, നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. മനസ്സിലായോ? എനിക്ക് 2 രീതി പ്രസംഗിക്കാം. ഒന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പ്രസംഗിക്കാം, 2 മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ പ്രസംഗിക്കാം. 2 രീതി വർഷിപ്പ് ചെയ്യാം. ഒന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വർഷിപ്പ് ചെയ്യാം, 2 മനുഷ്യനെ ഇംപ്രസ് ചെയ്യാൻ വർഷിപ്പ് ചെയ്യാം. മനുഷ്യനെ ഇംപ്രസ് ചെയ്യാൻ നമുക്ക് ചർച്ചിൽ വരാം. ചിലർ ചർച്ചിൽ വരുന്നത് മരിക്കുമ്പോൾ അടക്കാൻ ഒരു സഭ കൂടെ വേണം. അങ്ങനെ പോകുന്നവരെ എനിക്കറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. മരിച്ച് അടക്കാൻ എന്ത് വേണം? ഒരു സഭ വേണം. നല്ലൊരു ഫ്യൂണറലിന് വേണ്ടി ഒരു സഭയെ പോയേക്കാം, മരിക്കാറായി, ഇനിയെങ്കിലും ഒരു ചർച്ചിൽ പോകാൻ. അങ്ങനെ പോകുന്നവരെ എനിക്ക്. സോ ദിസ് ഇസ് ദ ഇൻറ്റൻഷൻ. ഇപ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, അന്തരംഗത്തിലെ സത്യം, അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം നോക്കുന്നത്. സത്യം നോക്കുന്ന ദൈവം നോക്കുന്നത് എല്ലാത്തിൻ്റെ ഇൻറ്റൻഷനാണ്. മനസ്സിലായി? അന്തർഭാഗത്തിലെ സത്യം. സോ അന്തർഭാഗത്തിലെ സത്യം നോക്കുന്നതിന് ദൈവത്തിനെ അറിയത്തുള്ളൂ, എൻ്റെ അന്തരംഗത്തിൽ ഞാൻ മരിച്ചതാണോ ജീവനുള്ളതാണോ. അപ്പം നിങ്ങൾ മരിച്ചവരുടെ ഇടയിലാണോ, നിങ്ങൾ മരിച്ചതാണോ, നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പോകും. തന്ന സമയത്തിനുള്ളിൽ പെട്ടെന്ന് ആ ഒരു ഇവാലുവേഷൻ ഞാൻ ഒന്ന് ചെയ്യാൻ പോകും. വിശുദ്ധ ബൈബിളിൽ കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് പോകാം. നിങ്ങൾ മരിച്ചതാണോ എന്നുള്ളതിൻ്റെ ആദ്യത്തെ തെളിവ്, സ്തോത്രം പോലും വായിന്ന് വരത്തില്ല. Psalms 115 verse 17 says, the dead do not praise the Lord. ചിലരുണ്ട് പാസ്റ്റർമാർ, ഇന്നത്തെ പാസ്റ്റേഴ്സിന് അത് കൂടുതൽ ദൈവം കൃപ കൊടുത്തേക്കുക. വർഷിപ്പ് ലീഡേഴ്സിനും ആ കൃപ ദൈവം കൊടുത്തേക്കുക. കീപ്പോണങ്ങ് പറഞ്ഞു, നിങ്ങളൊന്ന് സ്തുതിച്ചേ, നിങ്ങളൊന്ന് കൈ ഉയർത്തിക്കേ ജീവനോടെ. അതൊന്നൊരു, ഞാനെപ്പോഴും പറയും, വർഷിപ്പ് ലീഡേഴ്സിന് സത്യം പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സാണ്. കാരണം ഒരു സ്തോത്രം പറയിപ്പിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടാണ്. പക്ഷെ പണ്ടത്തെയൊക്കെ ദൈവസഭകളിൽ അങ്ങനെ പറയിക്കേണ്ട. കാരണം വന്നിരിക്കുമ്പോൾ തൊട്ട് അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ബിക്കോസ് അവരാരായിരുന്നെന്നും എവിടെ നിന്ന് അവരെ വീണ്ടെടുത്തതെന്നും എന്താണ് ഞാനിവിടെ വന്നിരിക്കാനുള്ള കാരണമെന്നും അറിയാതെ അറിയുന്നവൻ്റെ അന്തരംഗത്തിൽ നിന്ന് സ്തോത്രം വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ മരിച്ചതാണെന്നുള്ളതിൻ്റെ ആദ്യത്തെ തെളിവ് നിങ്ങൾക്ക് തന്നെ ഇപ്പം ഫസ്റ്റ് ഇവാലുവേഷൻ തരിക. സ്തോത്രം ആരെങ്കിലും പറഞ്ഞാലേ പറയൂ. പറയുന്നതും ഹൃദയത്തിൽ നിന്നല്ല. ഹൃദയവും ഈ സ്തോത്രവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അങ്ങനെ സ്തോത്രം പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമല്ലോ. സ്തോത്രം പറഞ്ഞേ പറയും. അപ്പോൾ ഞാൻ കൈ ഉയർത്തി നിങ്ങളെല്ലാം സ്തോത്രം. പക്ഷെ അത് ഹൃദയത്തിൽ നിന്നാണോ? അല്ല, അക്സ പറഞ്ഞതുകൊണ്ട് പറയുന്നതാണ്. പക്ഷെ യഥാർത്ഥമായി ജീവനുള്ളിൽ വ്യാപരിക്കുന്നവന് ചർച്ചിൽ വന്ന് കയറുമ്പോൾ തൊട്ട് അവൻ്റെ വായിൽ സ്തോത്രം വന്നുകൊണ്ടേ ഇരിക്കും. ബിക്കോസ് ആയുസ് തന്ന, ആരോഗ്യം തന്ന, ബലം തന്ന ദൈവത്തെ ഓർക്കുമ്പം ഞാൻ ഇവിടെ ജീവനോടെ ഇരിക്കേണ്ടതല്ലായിരുന്നെന്ന് എനിക്കറിയാം. ഞാൻ ഇന്നിവിടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് സ്തോത്രം അറിയാതെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞേ, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും. അപ്പൊ തൊട്ടടുത്തിരിക്കുന്നവർ സ്തോത്രം പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവം സൈൻ തരുക, ഇരിക്കുന്നത് മരിച്ചവന്റെ കൂടെ നാളെ തൊട്ട് സ്ഥലം മറിക്കണം. ഇല്ലെങ്കിൽ പതുക്കെ നിങ്ങളും മരിക്കാൻ തുടങ്ങും. മനസ്സിലായി? പണ്ട് എന്നെ വിളിക്കുന്ന അനേകർ പ്രാർത്ഥനാവിഷയം പറയുമ്പോൾ, സിസ്റ്ററെ ഞാൻ പണ്ടുണ്ടല്ലോ എന്ത് പ്രാർത്ഥനയായിരുന്നറിയോ, പണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു, ബൈബിള് വായിക്കുമായിരുന്നു, ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ ആത്മീയത്തിൽ ഭയങ്കര ക്ഷീണത്തിലാണ്. ഞാൻ ചോദിക്കും, ഏത് സഭയിലാണ് പോകുന്നത്, എങ്ങനെയുണ്ട് ചർച്ചിലെ ആരാധന? അപ്പോൾ അവരുടെ കുറ്റം മുഴുവൻ സഭയും കൂടെയുള്ളവരുമാണ്. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ മരിച്ചു തുടങ്ങിയെന്നുള്ളതിൻ്റെ ആദ്യത്തെ തെളിവാണ്. അപ്പോൾ സ്തോത്രം പറയുക എന്നുള്ളത് പറയിപ്പിച്ച് ചെയ്യേണ്ടതല്ല. ജീവനുള്ളവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? സ്തോത്രം പറയും. രണ്ടാമത്തെ പോയിന്റിലേക്ക് വരിക. സഭാപ്രസംഗി 9:5-6 വാക്യം ഇങ്ങനെ പറയുന്നത്, ഡെഡ് നോ നത്തിങ്. അതായത് മരിച്ചവരോ ഒന്നും അറിയുന്നില്ല, മേലാൽ അവർക്കൊരു പ്രതിഫലവും ഇല്ല, അവരെ ഓർമ്മ വിട്ടു പോകുന്നു, അവരുടെ സ്നേഹവും ദ്വേഷവും അസൂയയും നശിച്ചു പോയി. ഇപ്പം ഞാൻ ബാക്കി 2 വാക്ക് വിടുക. സ്നേഹം നശിച്ചു പോയി. മരിച്ചവരുടെ ആദ്യത്തെ പ്രത്യേകത അതാ ഞാൻ പറഞ്ഞു, സ്തോത്രം പറയത്തില്ല. 2, ദൈവസ്നേഹം അവരിൽ നിന്ന് അവർക്കൊന്നും ദൈവസ്നേഹത്തിൽ കാണാൻ പറ്റത്തില്ല. ഇപ്പം എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഇന്നത്തെ അമ്മോടെ മെസ്സേജ് കേട്ടപ്പം. ബിക്കോസ് ഇറ്റ് ഇസ് കണക്റ്റഡ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. കാരണം ഇന്ന് ദൈവസഭകളിൽ നമ്മൾ പഠിപ്പിക്കേണ്ടതാ ദൈവസ്നേഹത്തെക്കുറിച്ച്. ദാറ്റ് ഈസ് ട്രൂ. ഇന്നത്തെ ജനറേഷൻ സെൽഫിഷ് ജനറേഷൻ എന്ന് പറയുമ്പോൾ ഉടനെ അമ്മച്ചിമാർ പറയും, മോൾ ഉറക്കെ പറയും, ഇന്നത്തെ പിള്ളേർ ഇത് കേൾക്കണം. അമ്മച്ചിമാരെ, ഞാൻ അമ്മച്ചിമാരോടും കൂടെ കൂടി ഇത് പറയുന്നത്. ഇന്നത്തെ ജനറേഷൻ്റെ, ഞാൻ ഒത്തിരി ഇന്നത്തെ തലമുറയായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ ഇന്നത്തെ തലമുറ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നാണെന്നറിയോ? റീസൺ പറയാം. ദേ ആർ സോ ഹോണസ്റ്റ്. തെറ്റ് ചെയ്തെന്ന് അവർ സമ്മതിക്കും. എനിക്ക് അവരുടെ ഇടയിൽ പ്രസംഗിക്കാനും ഇഷ്ടമാണ്.
മക്കളെ നിങ്ങൾ തെറ്റ് ചെയ്തു ഇന്ന് പറഞ്ഞില്ലേ, ഇപ്പം നാഥാനെ ദാവീദിൻ്റെ അടുക്ക വിട്ടപ്പോൾ മോനെ നീ ആ തെറ്റ് ചെയ്ത ആളെന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഞാനാണോ എന്നാ പറഞ്ഞ് സറണ്ടർ ചെയ്യുന്ന പോലെ ഇന്നത്തെ ജനറേഷൻ. പക്ഷെ ഈ പ്രായമുള്ളവരുടെ അടുക്കൽ പ്രസംഗിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു മോളെ ഇതൊക്കെ ഞങ്ങൾക്കറിയാവുന്നതാണ്, മനസ്സിലായോ? ഇപ്പം ഞങ്ങൾ ഇത്രയും തലമുറ ബന്ധുക്കോസുകാരാ, ഞങ്ങൾക്ക് ഭയങ്കര പാരമ്പര്യമുണ്ട്. എനിക്കതുണ്ടായിരുന്നു കേട്ടോ. ആരുടെയും പ്രസംഗത്തിന് എന്നെ നന്നാക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ പാസ്റ്ററുടെ മോളായതുകൊണ്ട് പാസ്റ്റർ പ്രസംഗിക്കാൻ കുറിവാക്കി എടുക്കുമ്പോഴേ എനിക്കറിയാം അടുത്ത വാക്യം എന്നാന്ന്. അതുകൊണ്ട് എനിക്കറിയാം, അതുകൊണ്ട് പ്രസംഗമൊന്നും എന്നെ മാനസാന്തരപ്പെടുത്തിയിട്ടില്ല. അപ്പം നമ്മുടെ പ്രൈഡുണ്ട്, ആത്മീക പ്രൈഡ്. ഞാൻ ആരോ ആണ്, ഞാൻ എന്തോ ആണെന്നുള്ള പ്രൈഡ്. ആ പ്രൈഡിനെ നമ്മളെ നിത്യതയിൽ എത്തിക്കാൻ പറ്റത്തില്ല. അഹങ്കാരമുള്ളവർ ദൈവരാജ്യത്തെ അവകാശമാക്കുമോ? അപ്പം നമ്മളവർക്ക് നമുക്ക് അഹങ്കാരം ഇല്ലെന്ന്, പക്ഷെ അവരോട് 2 മിനിറ്റ് സംസാരിച്ചാൽ നമുക്കറിയാം അവർക്ക് ആത്മീക അഹങ്കാരം ഉണ്ടെന്ന്. അവർ പറയും ഞാനുണ്ടല്ലോ ഇന്നയാളുടെ IPCയിലെ ഇന്നയാളുടെ കൊച്ചുമോളാണ്. എൻ്റെ പാരമ്പര്യമൊക്കെ പറയാൻ തുടങ്ങും. പാരമ്പര്യം പറഞ്ഞു പറയും പണ്ടൊക്കെ ഞാൻ നന്നായിട്ട് പാടുമായിരുന്നു, ഇപ്പോഴോ? ഇപ്പം ഇല്ല, പ്രായമായി. ഈ ശരിക്കും പ്രായമാകുന്നത് ഫിസിക്കലിയാണ്, പക്ഷെ ആത്മീക മനുഷ്യൻ ജീവൻ പ്രാപിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായോ? അവർ 100 വയസ്സായാലും അമ്മച്ചിയുടെ അടുത്തൊരു സ്തോത്രം പറഞ്ഞാൽ നമുക്കറിയാം അമ്മച്ചി ജീവനുള്ള അമ്മച്ചിയാന്ന്. ഫിസിക്കലായ ഒരു കാര്യം അവരെ ആത്മീകത്തെ ക്ഷീണിപ്പിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഉറങ്ങിത്തുടങ്ങി എന്നുള്ളതിൻ്റെ തെളിവാണ് പണ്ടത്തെ കാര്യം അവർക്ക് ഇപ്പോൾ പറയാം. ഇപ്പോൾ ഉറക്കമാണ്, ഇപ്പം ക്ഷീണമാണ്. നമ്മൾ പറയും സ്പിരിച്വലി റിട്ടയർമെൻറ്റ് ഇല്ല. ആക്ച്വലി ആത്മീക ജീവിതത്തിൽ എന്തില്ല? റിട്ടയർമെൻറ്റ് ഇല്ല. നമ്മൾ ആത്മീകത്തിൽ പുതുക്കം പറയും. ഇവിടെ രണ്ടാമത് പറയുന്ന വാക്ക് ഞാൻ പറഞ്ഞ സഭാപ്രസംഗി മരണത്തെക്കുറിച്ച് പറയുന്നത് അവർക്കൊന്നും അറിയത്തില്ല. അതായത് കർത്താവ് പുതിയതായിട്ട് അവരോട് പറയുന്ന ഒരു ഇൻഫോർമേഷനും അവർക്ക് അറിയാം. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അവർക്ക് അറിയാം, പക്ഷെ അവരൊന്നും അറിയാത്തവരെ പോലെ എന്ത് ചെയ്യുക? ഇസ്രായേൽ ഇറാനും തമ്മിൽ യുദ്ധം നടക്കുക. ചിലരിപ്പോൾ അത് പറഞ്ഞ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഉണർത്തുന്ന. അങ്ങനെയല്ല ഉണർത്തേണ്ടത്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് മണവാട്ടിക്ക് അറിഞ്ഞിരിക്കും. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചൊരു മണവാളനുമായിട്ട് കണക്റ്റായിരിക്കുന്ന മണവാട്ടിക്ക് അറിയാം എൻ്റെ മണവാളൻ്റെ വരവ് അടുത്തെന്ന്. അതിനാരും അവരെ എന്ത് ചെയ്യണ്ട, ഇറാൻ്റെ കാര്യം പറഞ്ഞ് പേടിപ്പിക്കണ്ട. മനസ്സിലാവുന്നുണ്ടോ? സോ ഈ ഉണർവ് നമ്മളിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ജീവൻ ഉണ്ടെങ്കിലേ എല്ലാത്തിനെക്കുറിച്ച് ഒരു തിരിച്ചറിവ് ഉണ്ടാകത്തുള്ളൂ. പക്ഷെ മരിച്ചെന്നുള്ളതിൻ്റെ തെളിവാ. ചുറ്റും ഇനി എന്ത് നടന്നാലും കുഴപ്പമില്ല, ഞാനിങ്ങനെ പോകത്തുള്ളൂ. മൂന്നാമത്തെ പോയിന്റ്, Psalms 146 verse 4. ഇവിടെ പറയുന്നത് when a person dies their thoughts perish, no thought about eternity or about spiritual matters. അതായത് ആത്മീക ബാക്കി എല്ലാ കാര്യത്തിലും അവർ ആക്റ്റീവ് ആയിരിക്കും, പക്ഷെ ഒരു ആത്മീക ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പറയും ഓ നിങ്ങൾ ആരെങ്കിലും അങ്ങ് പ്രാർത്ഥിച്ചാട്ടെ. മനസ്സിലായോ? ഒന്ന് ബൈബിൾ വായിക്കും, നിങ്ങൾ ആരെങ്കിലും അങ്ങ് ചെയ്താട്ടെ. മനസ്സിലായി? ബാക്കി എല്ലാ കാര്യത്തിനും ഞാനിവിടെ ഉണ്ട്. എനിക്കതിനുള്ള കൃപ ഇല്ല. എനിക്കത് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഈ പ്രാർത്ഥിക്കാൻ സ്റ്റേജിൽ നിന്നോ അല്ലാതെയോ പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈനംദിന ജീവിതം പ്രാർത്ഥിക്കുന്നയാൾക്ക് ഏത് സമയം പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ദേ വിൽ ബി എവർ റെഡി. ആർക്കാ പ്രാർത്ഥന പ്രിപ്പറേഷൻ വേണ്ടി വരുന്നെന്നറിയോ? പറ, ആർക്കാ? പ്രാർത്ഥനാ ജീവിതം ഇല്ലാത്തവർക്കാ. പ്രാർത്ഥനാ ജീവിതം ഉള്ളവർക്ക് ആര് പ്രാർത്ഥിക്കും? സിസ്റ്റർ നാളെ ഒന്ന് പ്രാർത്ഥിക്കണം, നാളത്തെ മീറ്റിംഗ്, അതിനെന്താ പ്രാർത്ഥിക്കാൻ? ദേ ആർ എവർ റെഡി ടു ഡു എനിത്തിങ് ഫോർ ക്രൈസ്റ്റ്. മനസ്സിലായി? ആത്മീക ശുശ്രൂഷയിൽ അവർ ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ ചിലരുണ്ട് ചർച്ചിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആത്മീകത്തിൽ ഒന്നിലും സ്തോത്രവും പറയത്തില്ല, ഹല്ലേലൂയയും പറയത്തില്ല. ചർച്ചിൽ വന്ന് ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ പപ്പ പറയും അവർ വന്നിരുന്നോട്ടെ, കസാര അല്ലെ പാ പറന്നു പോകാതിരിക്കാനെങ്കിലും വന്നിരിക്കട്ടെന്ന്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഇരുത്തിയിരിക്കുന്ന കുറേ പേരുണ്ട് സഭകളിൽ. പക്ഷേ പുറത്തൊരു കമ്മിറ്റിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിക്നിക്കോ ഒക്കെ ഇവർ നിൽക്കുന്ന തെറവോടെ നിൽക്കുന്ന കാണണം. അതായത് ദാറ്റ്സ് എ തിങ്. ആത്മീകത്തിൽ അവർ മരിച്ചതാ, പക്ഷെ ഫിസിക്കലി അവരെല്ലാ കാര്യത്തിനും പറ ഹോപ്പ് പോക്കാ. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് വന്ന് പോയാലും അവരിവിടെ പിക്നിക്കൊക്കെ നടത്തി ജീവിച്ചോളൂ, പോകത്തില്ല. മരിച്ചു കിടക്കുന്നുള്ളതിൻ്റെ തെളിവാ. ചാവാറായിക്കൊണ്ടിരിക്കും ഓരോന്നും. ആദ്യം പ്രാർത്ഥനയിൽ കുറവ് വരും, പിന്നെ ബൈബിൾ വായനയിൽ കുറവ് വരും, പിന്നെ ചർച്ചിലിടയ്ക്ക് മീറ്റിങ്ങിന് കുറവ് വരും. ചർച്ചിൽ ആരാധന നടന്നാലും കുഴപ്പമില്ല, വേറെ കാര്യങ്ങൾക്ക് നമ്മൾ റെഡിയാണ്. മനസ്സിലായോ? ഞാൻ പലപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഈ അമേരിക്കയിൽ വന്നിട്ട് അധികം നാളുകളായില്ല, പക്ഷെ ഞാൻ പലപ്പോഴും പല നേഴ്സസും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ചർച്ചിലൊക്കെ പലരെയും കാണുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, കറക്റ്റ് സമയത്ത് പഞ്ച് ചെയ്യണമെന്ന് അറിയാവുന്നത് കൊണ്ട് കറക്റ്റ് സമയത്ത് എത്ര നൈറ്റ് 3 മണിക്ക് ലേറ്റായിട്ട് കിടന്നാലും ഷാർപ്പ് ടൈമിന് എഴുന്നേറ്റ് ജോലിക്ക് പോകും. പക്ഷെ സഭാരാധനയിൽ ലേറ്റായിട്ടേ വരത്തുള്ളൂ. മനസ്സിലായി? മരിച്ചു തുടങ്ങിയെന്നുള്ളതിൻ്റെ തെളിവാണ്. കാരണം ഹോസ്പിറ്റലിൽ കറക്റ്റ് സമയത്ത് ചെന്നില്ലെങ്കിൽ എന്ത് കിട്ടും? പണി കിട്ടും. പക്ഷേ ചർച്ചിലോ
മരിച്ചു തുടങ്ങി എൻ്റെ തെളിവാണ്. മനസ്സിലാവുന്നുണ്ടോ? മരിച്ചു തുടങ്ങി, ചാവാറായി. ശേഷിപ്പുകളൊക്കെ എന്ത് ചെയ്യണം? ഇന്ന് പകൽക്കാലം ഒന്ന് ശക്തീകരിക്കണം. ഇല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ വാക്യം നിങ്ങൾ തന്നെ ഇരുന്ന് ഒന്നും കൂടെ 10 വട്ടം വായിച്ച എനിക്ക് എന്നോട് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഏതൊക്കെ ഏരിയയിലാണ് ചത്ത് കിടക്കുന്നതെന്ന്. ഇപ്പോൾ അതുകൊണ്ട് നിങ്ങളെ തന്നെ ഒന്ന് ഉണർത്തുക. അവിടെ പറയുന്നത് ഇറ്റേണിറ്റിയെക്കുറിച്ചൊരു ചിന്തയില്ല. അവർ ഈ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും ഒന്ന് ഒരുങ്ങണമെന്നൊന്നും പറഞ്ഞാൽ അവരെ എന്ത് ചെയ്തില്ല. ആ മെസ്സേജ് ഒന്നും അങ്ങനെയൊന്നും അവരെ ഒന്നും നമുക്ക് പറഞ്ഞു സ്തോത്രം പറയിപ്പിക്കാൻ പോയിട്ട് ഒന്ന് ചലിപ്പിക്കാൻ പോലും പറ്റത്തില്ല. ബിക്കോസ് ദേ തിങ്ക് ഇറ്റേണിറ്റി ഈസ് ഓൾറെഡി റിസർവ്ഡ് ഫോർ ദം. ഓൾറെഡി ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഞാൻ അങ്ങ് പോകും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നല്ല രീതിയിൽ പ്രവൃത്തി, അതായത് പ്രവൃത്തി എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാം നമ്മുടെ നല്ല പ്രവൃത്തികളല്ല നമ്മളെ നിത്യതയിൽ എത്തിക്കുന്നത്. ബട്ട് കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നൊരു വാക്കുണ്ട്. ചിലരത് പറഞ്ഞ് എന്നോട് പറയാറുണ്ട്, സിസ്റ്റർ അങ്ങനെയൊക്കെ നോക്കിയാൽ ആരും സ്വർഗത്തിൽ പോകത്തില്ല, ആരും വിശുദ്ധരല്ല. ദാറ്റ്സ് ട്രൂ. പക്ഷേ ബൈബിളിൽ ഞാൻ റെവലേഷൻസ് ചാപ്റ്റർ 2 and 3 വായിച്ചപ്പോൾ എല്ലാ സഭയോടും കർത്താവ് പറയുന്നുണ്ട് ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. അപ്പം പ്രവൃത്തി നോക്കുവോ? നോക്കത്തില്ല? നോക്കും. ഞാൻ ആരാണെന്നും ഞാൻ എന്താണെന്നും ഞാൻ എന്താ ചെയ്യുന്നെന്നും എന്നെ നോക്കുന്ന 2 കണ്ണുകളുണ്ട്. ഞാൻ ചർച്ചയിൽ വരുന്നു, പാട്ട് പാടുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രസംഗിക്കുന്നു, കാര്യമൊക്കെ ശരിയാ. പക്ഷെ മൺഡേ ടു സാറ്റർഡേ ഞാൻ ആരാണെന്നും ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നും അറിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവം നോക്കുമ്പോൾ എൻ്റെ പ്രവൃത്തി കർത്താവ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രവൃത്തി ദൈവവുമായിട്ട് അലൈൻഡ് അല്ലെങ്കിൽ, ദൈവവചനമായിട്ട് അലൈൻഡ് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ മരിച്ചു തുടങ്ങിയെന്നാണ്. അടുത്ത പോയിന്റിലേക്ക് ഞാൻ പെട്ടെന്ന് പോകുകയാണ്. ഇവിടെ പറയുന്നൊരു വാക്ക് ഇയ്യോബ് 14:10 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്, കമ്പയർസ് എ സ്റ്റേറ്റ് ഓഫ് അൺഇൻറ്ററപ്റ്റഡ് സ്ലീപ്പ് വേർ ദേ വിൽ നോട്ട് അവേക്ക്. അതായത് അവരെ ഇനി നമ്മൾ എത്ര തട്ടി ഉണർത്തിയാലും മരിച്ചവരെന്ത് ചെയ്യത്തില്ല. ഉദാഹരണം പറയാം, നിങ്ങളുടെ ഇടയിൽ പക്സ പീറ്റേഴ്സൺ ആയിക്കോട്ടെ, ഇനി ലോകത്തിലെ ഏറ്റവും വലിയ പ്രീച്ചർ വന്ന് പ്രസംഗിച്ചാലും അവരിരിക്കും. ഇതൊന്നും എന്നെ എന്ത് ചെയ്യത്തില്ല, ഏക്കത്തില്ല. എനിക്കറിയാം ഞാൻ ആരാണെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ ആ സ്റ്റേറ്റിൽ ജീവിച്ച വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ആ മെൻറ്റാലിറ്റി അറിയാൻ പറ്റും. പക്ഷേ ആരെയാ ദൈവം ശരിക്കും സ്ലീപ്പിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നതെന്നറിയോ? ഉണരാൻ റെഡി ആയവരെ. അതായത് ഞാൻ മരിച്ചോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ കർത്താവിനറിയാം. കർത്താവ് ഞാൻ മരിച്ചെന്ന്, മോളെ നീ മരിച്ചു തുടങ്ങി, നീ ചത്തോണ്ടിരിക്കുക, നിൻ്റെ ചില മേഖലകളിൽ നീ മരിച്ചുകൊണ്ടിരിക്കുവാന്ന് കർത്താവ് എന്നെ ഉണർത്തുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയും, ആ ദൂത് നിന്നോടുള്ളതാ, നീ ഏറ്റെടുത്തോ. ബിക്കോസ് നിന്നെ ഉണർത്താൻ ആ മെസ്സഞ്ചറിനെ വിട്ടേക്കുന്നത്. അവർക്ക് ഹോപ്പുണ്ട്, ദൈവം അവരെ ഉണർത്തും. പക്ഷേ ഐ ആം ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ ചതിക്കാൻ റെഡിയായാൽ ആർക്കും നിങ്ങളെ രക്ഷിക്കാൻ പറ്റത്തില്ല. സോ സഭയോടുള്ള ദൈവത്തിൻ്റെ ഒരു ആലോചനയാണ് പറഞ്ഞ് ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഹല്ലേലൂയ. അടുത്ത വാക്ക് ഇങ്ങനെ പറഞ്ഞേ, the people who are dead, they cannot communicate or act. അവരെന്ത് ചെയ്യത്തില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഓൾറെഡി കട്ടായി. ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷൻ എന്തുവാ? പ്രാർത്ഥനയാണ്. അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ല, ബൈബിള് പറയുന്ന പോലെ പ്രവൃത്തിയില്ല, കമ്മ്യൂണിക്കേഷനും ഇല്ല. കാരണം ദൈവവുമായിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ കുറവ് എന്ത് ചെയ്യും? കണ്ടുപിടിക്കും. 2, ആ കുറവ് കണ്ടുപിടിക്കും മാത്രമല്ല, അതിന്മേൽ ഞാൻ ആക്ഷൻ ചെയ്യും. എന്താ ആക്ട്? എവിടെയാണ് ഞാൻ തിരുത്തേണ്ടത്, എന്താണ് സ്റ്റെപ്പ് എടുക്കേണ്ടതെന്നുള്ള സ്റ്റെപ്പ് ഞാൻ എടുത്തു തുടങ്ങും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ആദ്യം ബ്രേക്കായി. മിണ്ടാട്ടമില്ല, ദൈവമായിട്ട് സംസാരമില്ല. ഞാനെപ്പോഴും പലരോടും സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എന്നെ പരിശുദ്ധാത്മാവ് ചില സമയത്ത് എന്നെ ഉണർത്തിയിട്ട്, ചിലയിടത്ത് പോകുമ്പോഴൊക്കെ ആയിരിക്കും ദൈവാത്മ എന്നെ ഉണർത്തിയിട്ട് സഭ എന്താണ് അവർ കടന്നു പോകുന്ന വിഷയം ദൈവാത്മ എനിക്ക് ഉണർത്തി തരുമ്പോൾ ദൈവാത്മ പലപ്പോഴും എന്നോട് സംസാരിച്ചൊരു വാക്കിതാ, മോളെ ഇന്ന് പലരും പെർഫോമൻസാണ് ചെയ്യുന്നത്. ദേ ഡോണ്ട് ഹാവ് റിയൽ റിലേഷൻഷിപ്പ് വിത്ത് മീ. മൺഡേ തൊട്ട് സാറ്റർഡേ വരെ 1 മിനിറ്റ് ദൈവസന്നിധിയിൽ ഇരിക്കാതെ സ്റ്റേജിൽ കിടന്ന് കാണിക്കുന്ന എല്ലാത്തിനെയും ദൈവം വിളിക്കുന്ന പെർഫോമൻസ് എന്നാണ്. ഞാൻ യഥാർത്ഥമായി ദൈവസന്നിധിയിൽ ഇരിക്കുന്നുള്ള എൻ്റെ ആദ്യത്തെ തെളിവ് എന്നാന്ന് പറയും. ഇന്ന് ആ മോള് മെസ്സേജിൽ പറഞ്ഞു, ഐ വാസ് സോ ഇംപ്രസ്ഡ്. റിവൈവൽ എല്ലാവർക്കും ഇഷ്ടമായി. യു നോ വാട്ട് ഇസ് ദ റിയൽ മീനിങ് ഓഫ് റിവൈവൽ? ദ പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഹാസ് ടേക്കൻ ഓവർ യു. പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഉള്ള ഒരാളിൽ വന്നാൽ ഫസ്റ്റ് തിങ്ങി നടക്കുന്ന അവരിൽ പാപബോധം വന്നിരിക്കും. പാപബോധം നടക്കാത്ത എല്ലാ ആത്മീക പ്രകടനങ്ങളും പെർഫോമൻസാണ്.
എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയാൽ ആദ്യം പരിശുദ്ധാത്മാവ് എനിക്ക് അന്യഭാഷയല്ല വരുന്നത്. ആദ്യം എന്നെ എൻ്റെ പാപത്തെക്കുറിച്ച് എനിക്ക് ബോധം വരുത്തും. ഞാൻ ആരോടെങ്കിലും വഴക്ക് പിടിച്ചിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ, ആരോടെങ്കിലും പിണക്കം വെച്ചോണ്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ, ഞാൻ ആലയത്തിൽ വരുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവ് എന്നോട് പറയും, പോയി നിരപ്പ് പ്രാപിച്ചിട്ട് വന്നിട്ട് നീ ചർച്ചിലിരിക്കാൻ. പുറത്ത് ചെയ്യേണ്ടത് ചെയ്യാതെ അകത്ത് വന്നിരുന്ന് കൈയടിച്ചാലും കൈ ഉയർത്തിയാലും തുള്ളിച്ചാടിയാലും ദൈവം പറയാ, ഐ ഡോണ്ട് അക്സെപ്റ്റ് യുവർ വർഷിപ്പ്. എന്തോ യഥാർത്ഥ വർഷിപ്പ് എന്നറിയോ? വാട്ട് ഈസ് എ ട്രൂ മീനിങ് ഓഫ് വർഷിപ്പ്? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. ഞാൻ ഈ ദൈവത്തിന് പ്രസാദമുള്ള യാഗം എന്ന് പറഞ്ഞ് പലപ്പോഴും എനിക്ക് അതിൻ്റെ ട്രൂ മീനിങ് അറിയത്തില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ എന്നെ പഠിപ്പിച്ചൊരു മീനിങ് ഉണ്ട്. ഞാൻ പലയിടത്തും പ്രസംഗിച്ചിട്ടുള്ള കേട്ടിട്ടുള്ളവർ ഒന്നുകൂടെ കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്താ ദൈവത്തിന് പ്രസാദമുള്ളത്? വർഷിപ്പ് ആർക്കുള്ളതാ? ദൈവത്തിനുള്ള. അപ്പം എങ്ങനെ കൊടുക്കണം? ദൈവത്തിന് ഇഷ്ടമുള്ള പോലെ കൊടുക്കണം. അപ്പോൾ ഉദാഹരണം, ഞാൻ പലപ്പോഴും ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഉദാഹരണം പറയുന്നു. ഇപ്പം ഞാൻ നിങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റായിട്ട് വരുവാണെങ്കിൽ ഉദാഹരണമാണ് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ, കല സിസ്റ്ററുടെ പേരെ എനിക്ക് എവിടെ അറിയത്തുള്ളൂ, അതുകൊണ്ട് സിസ്റ്ററുടെ പേരെങ്കിൽ പറയും. ഇപ്പോൾ കല സിസ്റ്ററുടെ വീട്ടിൽ എന്നെ വിളിച്ചു, ഞാൻ വീട്ടിൽ ചെന്നു. സിസ്റ്റർ എനിക്ക് വേണ്ടി ഒരു ബിരിയാണി ഉണ്ടാക്കി വെച്ചു. ഓക്കെ, സിസ്റ്റർ ആണെങ്കിൽ സിസ്റ്റർ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ബെസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണി ഉണ്ടാക്കി വെച്ചു. ഞാൻ കഴിക്കാൻ വന്നിരിക്കും. സിസ്റ്റർ പറയൂ, ഇത് അക്സ സിസ്റ്ററിന് വേണ്ടി. അയ്യോ, ഒരു ദിവസത്തെ മുഴുവൻ പ്രയത്നമല്ല ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചു. ഞാൻ കഴിക്കാൻ വന്നങ്ങോട്ട് ഇരുന്നു. പ്ലേറ്റ് എടുത്ത് സിസ്റ്റർ ബിരിയാണിയാന്ന് പറഞ്ഞ് വിളമ്പിയപ്പോഴത്തേന് ഞാൻ ചോദിച്ചു, എന്ത് ബിരിയാണിയാണ്? മട്ടൻ ബിരിയാണി. അപ്പം ഞാൻ പറയാം, അയ്യോ സോറി സിസ്റ്റർ, ഞാൻ മട്ടൻ കഴിക്കത്തില്ല. ഉണ്ടാവുന്ന അവസ്ഥ എന്താണെന്ന് ഊഹിക്കാവോ? ഹോൾ വീക്കിൻ്റെ പ്രയത്നം ഉണ്ട് അതിനകത്ത്. ഡോണ്ട് തിങ്ക് അല്ലേ? വീക്കെൻഡിലേക്ക് ഒരു ഗസ്റ്റ് വരുമ്പോൾ നിങ്ങൾ എന്നോട്ടാണ് പ്രിപ്പറേഷൻ തുടങ്ങുന്നത്? ഒരു വീക്ക് മുമ്പേ ജോലിയുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് പോയി സാധനം മേടിക്കണം, എല്ലാം പോയി പെർഫെക്റ്റ് ആയിട്ട് അല്ലേ? ഒരു സമാധാനമില്ല. അച്ചായനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നു, മക്കളെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. ബിക്കോസ് ഗസ്റ്റ് ഒന്ന് ഇമ്പ്രസ് ചെയ്തിട്ട് പറയണം എന്തുവാ സൂപ്പറായിരുന്നു. പക്ഷെ ഉണ്ടാക്കി വെച്ചപ്പോൾ ഗസ്റ്റ് പറയുക എന്തുവാ കഴിക്കത്തില്ലെന്ന്. അപ്പോൾ ചേച്ചി വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്നാൽ ചപ്പാത്തിയും പിക്കിളും തന്നേക്കാം. ഞാൻ കഴിച്ചു. ക്വസ്റ്റ്യൻ ഇതാ, സിസ്റ്റർ വർക്ക് ചെയ്തോ? വർക്ക് ചെയ്തു, കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു, പൈസ മുടക്കി, എനർജി കളഞ്ഞു, എല്ലാം ചെയ്തു. പക്ഷെ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്തപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യേണ്ട ആൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഇഷ്ടമല്ല. ഇതുപോലെ നമ്മുടെ ആരാധന, നമുക്ക് തോന്നുന്നതും നമുക്കിഷ്ടമുള്ളതും ചെയ്തിട്ട് ദൈവത്തിൻ്റെ അടുക്ക കൊണ്ടുവന്നിട്ട് ഇത് അങ്ങ് അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ കർത്താവ് പറയും, മോളെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനിരിക്കുന്ന ആളല്ല ഞാൻ. മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ സാറ്റർഡേ വരെ നീ ആരാണെന്നും നിന്റെ മുറിക്കുള്ളിൽ നീ ആരാണെന്നും നിന്റെ ജീവിതവും ഞാനുമായിട്ടുള്ള ബന്ധം എന്തെന്നും എനിക്കറിയാം. So Sunday you come here, you worship Lord and you say, God accept my worship. God is not a God to accept that worship. പറയുന്ന അർത്ഥം മനസ്സിലായോ? എൻ്റെ ആരാധന ദൈവം പ്രസാദിക്കണമെങ്കിൽ ദൈവത്തോട് തിങ്കൾ തൊട്ട് ശനി വരെ ചോദിക്കണം, അപ്പാ ഞാൻ എന്തുവാ അപ്പൻ്റെ അടുക്ക കൊണ്ടുവരേണ്ടത്? ഹാബേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചെങ്കിൽ ഹാബേലിന് ദൈവത്തിൻ്റെ ഹൃദയം അറിയാണിരുന്നു എങ്ങനത്തെ ആരാധന കൊണ്ടുവരണമെന്ന്. ഹല്ലേലൂയ. നമ്മളിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ ദൈവവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണം. അപ്പം കല സിസ്റ്റർ പറയും, ഞാൻ ഒരു മിസ്റ്റേക്ക് ചെയ്തു പോയി, അക്സ സിസ്റ്ററെ ഒന്ന് വിളിക്കേണ്ടതായിരുന്നു. എപ്പോൾ? ഉണ്ടാക്കുന്നതിന് മുമ്പ്. മനസ്സിലായോ? അങ്ങനെ പറ്റിയിട്ടുണ്ടോ? ആർക്കെങ്കിലുമൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ടോ അല്ലേ? അവിടെ ഒറ്റ സംഭവിച്ചത് കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട് പോയി. ഇതാണ് പല ക്രിസ്ത്യൻസിനും ഇപ്പോൾ സംഭവിക്കുന്നത്. They don't have a true communication with God and they bring whatever they want to bring in the presence of the Lord and ask God, you be pleased with this. ദൈവം പറയാം, I don't accept your worship. അവിടെ പറയുന്ന ഹാബേലിലും then his sacrifice. ആദ്യം എന്നിൽ ദൈവം പ്രസാദിക്കണം. എന്നിൽ പ്രസാദിക്കണമെങ്കിൽ ഞാൻ മൺഡേ തൊട്ട് സാറ്റർഡേ വരെ ദൈവം പറയുന്നത് പോലെ ജീവിക്കണം. എനിക്ക് തോന്നിയതുപോലെ ജീവിച്ചിട്ട് ദൈവമേ പ്രസാദിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം എന്ത് ചെയ്യത്തില്ല? പ്രസാദിക്കത്തില്ല. അടുത്ത വാക്യം ഞാൻ പെട്ടെന്നൊന്ന് വായിക്കാം. എഫേഷ്യൻസ് ചാപ്റ്റർ 14 ആൻഡ് കൊളോഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 13. അവിടെ പറയുന്ന ഒരു കാര്യം, നമ്മൾ ഒരിക്കൽ മരിച്ചവരായിരുന്നു. ഓട്ടോമാറ്റിക്കലി അത് ട്രൂ അല്ലേ? എന്തുവാ? ഓൾറെഡി ഐ വാസ് ഡെഡ്. അവിടെ പറയുന്നുണ്ട് ആരാ മരിക്കുന്നത്? അതിക്രമം ചെയ്യുന്നവനാ മരിക്കുന്നത്. സോ നിങ്ങൾ ആത്മീകത്തിൽ മരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? അതിക്രമം ചെയ്യുന്നുണ്ട്. എത്ര പേർക്ക് ദൂത് മനസ്സിലാവുന്നുണ്ട്? ഐ നോ മേ ബി ദിസ് ഇസ് നോട്ട് ദ മെസ്സേജ് യു എക്സ്പെക്റ്റഡ്. പക്ഷെ കർത്താവ് പറയുന്നത് ഞാൻ പറയും.
മനസ്സിലാവുന്നുണ്ടോ? ദിസ് ടു പ്ലീസ് ഹിം. ദൈവം ഇവിടെ പറയാൻ പറഞ്ഞ് എന്നെ ഏൽപ്പിച്ച ദൂത ഞാൻ പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെ. സോ വൺസ് മരിച്ചു. എങ്ങനെ മരിച്ചത്? ഞാൻ പാപത്തിലാണ് മരിച്ചത്. അതിക്രമം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മരിച്ചവനായിട്ടാണ് കർത്താവ് കൺസിഡർ ചെയ്തത്. പക്ഷെ കർത്താവിനെ, യേശുവിനെ എനിക്ക് തന്നിട്ട് എന്ത് ചെയ്തു? എന്നിൽ നിത്യജീവനെ അവൻ അയച്ചു. പിന്നെ എന്ത് ചെയ്യരുത്? ഈ പാപം ചെയ്താൽ എന്ത് പറ്റും? പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അപ്പോൾ ഇന്ന് ദൈവസഭയിൽ എന്തുണ്ട്? അതിക്രമം ചെയ്യുന്നവരുണ്ട്. ഇല്ലെന്ന് പറയരുത്. നമ്മൾ അതിക്രമം എന്ന് പറയുന്ന ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്നറിയോ? ആത്മീകർ എന്തോ അതിക്രമം? തല്ലുണ്ടാക്കുന്നവർ, പിന്നെ കള്ളു കുടിക്കുന്നവർ, ഇതൊക്കെയാ. പക്ഷെ നമ്മുടെ ഇടയിൽ ഒത്തിരി അതിക്രമം ഇപ്പോൾ നടക്കുന്നുണ്ട്. നമ്മൾ പറയും കൊല ചെയ്തവരൊക്കെ അതിക്രമക്കാരല്ലേ. പക്ഷെ നമ്മൾ ഒത്തിരി കൊലപാതകന്മാർ സഭയ്ക്കുള്ളിൽ നിന്നുണ്ട്. അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ് എന്തോ കൊലയെന്നറിയോ? എന്തോ കൊല? സഹോദരനെ നിസാര എന്ന് വിളിക്കുന്നവൻ കുല ചെയ്തു. 1 John chapter 3 verse 17 says, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കുലപാതകനാകുന്നു. അക്സ പറഞ്ഞതല്ല, വിശുദ്ധ വേദപുസ്തകം പറയുക. സഹോദരനെ പകയ്ക്കുന്നു. എനിക്ക് ഇംഗ്ലീഷ് ബൈബിൾ ഏറ്റവും ഇഷ്ടം. അതിനകത്ത് എന്തോ പറഞ്ഞിരിക്കും? ദോസ് ഹു ഹേറ്റ് ഹിസ് ബ്രദർ എന്ന് വെച്ചാൽ എന്നാ? എനിക്ക് അവരെ ഇഷ്ടമല്ല, ഞാൻ അവരുടെ വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യുന്നില്ല. അവരാണോ എന്നാൽ ഞാൻ വരുന്നില്ല. അപ്പം ഇഷ്ടമില്ല എന്ന് നമ്മൾ പറയുന്ന വാക്ക്, വി തിങ്ക് വി ആർ നോട്ട് ഡൂയിങ് എനിത്തിങ്, ബട്ട് അവിടെ പറയുന്നത് സഹോദരനെ പകയ്ക്കുക. അതിൻ്റെ ഡീപ്പർ മീനിങ് എന്താ? എനിവൺ ഹു ഹേറ്റ്സ് എ ബ്രദർ ഓർ സിസ്റ്റർ എന്ന് വെച്ചാൽ നാത്തൂനാവാം, അമ്മായിമ്മയാകാം, പുറമേ വ്യാജഭാവവും കാണിക്കും. ഇഷ്ടമില്ലാത്തവരെ കാണുമ്പോൾ കയ്യും കൊടുക്കും, സ്തോത്രവും കൊടുക്കും, ഹല്ലേലൂയയും കൊടുക്കും, എല്ലാം കൊടുക്കുമെങ്കിൽ ഹൃദയത്തിൽ അവരെ എന്തല്ല. അതാ ഞാൻ പറഞ്ഞ ഗോഡ് നോസ് യുവർ ഹാർട്ട്. ദൈവ ഹൃദയത്തിൻ്റെ അന്തർഭാഗം നോക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന സ്തോത്രത്തിൽ വ്യാപരിക്കുന്നത് ഹേറ്റ് ആണോ ട്രൂ ലവ് ആണോ എന്ന് ആർക്കറിയാം? ഞാനൊരു കാര്യം പറയട്ടെ, എന്തുകൊണ്ട് കയീനിലും അവൻ്റെ യാഗത്തിനും ദൈവം പ്രസാദിച്ചില്ലെന്ന് ഓർത്തി ചോദിച്ചു കഴിഞ്ഞാൽ, കയീൻ അവൻ്റെ കൃഷിഫലം പറിക്കുന്ന സമയം തൊട്ട് മണ്ണ് മാന്തി, നമ്മൾ പറഞ്ഞാൽ ചേനയും കപ്പയും കാച്ചിലും ഒക്കെ എടുക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ എന്നറിയോ? എനിക്ക് ഹാബേലിലും ബെസ്റ്റ് കൊടുക്കണം. എന്താ കോമ്പറ്റീഷൻ മൈൻഡാ? എൻ്റെ പാട്ടും എൻ്റെ പ്രസംഗവും അവരെക്കാളും കേമമാണ്, അവരെക്കാൾ വലുത് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഈ കോമ്പറ്റീഷൻ മൈൻഡ് ഉള്ളിൽ കയറുമ്പോഴേ ഓർത്തോ പിശാച് കയറാൻ വഴി തുറക്കുക. ബൈബിള് പറയുന്നു നമ്മളെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നെണ്ണണം. മീൻസ് ഐ ഹംബിൾ മൈസെൽഫ് ബിഫോർ എനിബഡി ഹു കംസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. നിങ്ങൾ എന്നേക്കാൾ ശ്രേഷ്ഠരാണെന്ന് ഞാൻ കൺസിഡർ ചെയ്യണം. എനിക്കൊരാളോട് ഇഷ്ടക്കേട് വെച്ച്, പക വെച്ച്, പിണക്കം വെച്ച്, ദൈവമക്കളെ ഇന്ന് ദൈവസഭകൾ ഇത് പ്രസംഗിച്ചേ പറ്റൂ. കാരണം ദൈവമക്കളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അൺഫോർഗീവ്നെസ് ഉള്ളത്. ദൈവമക്കളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പിണക്കം ഉള്ളത്. പിണക്കവും പകയും വിദ്വേഷവും അല്ലെങ്കിൽ അൺഫോർഗീവ്നെസ്സും വെച്ചുകൊണ്ട് വന്ന് കർത്തൃമേശ എടുക്കും, പാട്ടും പാടും, പ്രാർത്ഥിക്കുകയും ചെയ്യും. എൻ്റെ ക്വസ്റ്റ്യൻ, ഈ പ്രാർത്ഥനയും പ്രസംഗവും ദൈവം ആക്സെപ്റ്റ് ചെയ്യുമോ? ചെയ്യുന്നുള്ളവരൊന്ന് കൈവയ്ക്കുക. നമ്മുടെ പ്രാർത്ഥന പോലും സ്വർഗത്തിന്റെ കവാടം കഴിഞ്ഞ് മേളിലോട്ട് പോകുന്നില്ല. റീസൺ യു നോ വൈ? കർത്താവ് പറയുന്നു, സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന പറയുന്ന ആ പ്രാർത്ഥനയുടെ അവസാനം മത്തായി 6 അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ നമുക്ക് സമയമില്ല. അതിൻ്റെ ലാസ്റ്റ് ഒരു വാക്യമുണ്ട്, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവും നിങ്ങളുടെ പിഴകളെ നിങ്ങളോട് ക്ഷമിക്കത്തില്ല. എൻ്റെ ക്വസ്റ്റ്യൻ, ദൈവം എന്നോട് ക്ഷമിക്കണമെങ്കിൽ ഞാൻ ആദ്യം ക്ഷമ കൊടുക്കണം. ദാറ്റ് ഈസ് ദ കണ്ടീഷൻ. ഈ ബൈബിളിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇറ്റ് ഈസ് എ കണ്ടീഷണൽ പ്രോമിസ് ബുക്ക്. വ്യവസ്ഥയുടെ പുസ്തകമാണ് ബൈബിൾ, അവസ്ഥയുടെ പുസ്തകമല്ല. സംവേർ വി ഹാവ് മിസ്അണ്ടർസ്റ്റുഡ് ദാറ്റ്. കാരണം നമ്മൾ അറിയാതെങ്കിലും പ്രാർത്ഥികർത്താവ് എൻ്റെ അവസ്ഥ എങ്ങനെ അറിയാമല്ലോ എന്ന്. ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് വ്യക്തിപരമായി ദൂത് പറയുക. നാളുകളായി പ്രാർത്ഥിച്ചിട്ട് വീടിനകത്ത് സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, കര കയറാൻ പറ്റാത്ത പ്രശ്നത്തിനകത്ത് എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നു, സമാധാനമില്ലെന്ന് പറയുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുക, നീ ആദ്യം തിരിഞ്ഞു നോക്കേണ്ട നിന്റെ പേഴ്സണൽ ജീവിതത്തിൽ ആരോടെങ്കിലും ഉള്ളിൽ ഇഷ്ടക്കേടും പകയും വിദ്വേഷവും വെച്ചോണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ കർത്താവ് പറയുക, നീ മുറിവ് കെട്ടിയാൽ നിന്റെ മുറിവ് ഞാനും കെട്ടും. ബൈബിൾ വ്യവസ്ഥയുടെ പുസ്തകമാണ്.
എവിടെയൊക്കെ അൺഫർഗിവ്നെസ് വന്ന്, പക വന്ന്, പിണക്കം വന്ന് നമ്മളെ കാർന്നത്. ഇതൊരു ക്യാൻസർ. ആക്ച്വലി ക്യാൻസർ വന്ന് ചില, അല്ലെങ്കിൽ ഡയബറ്റീസ് ഒക്കെ പോലെ, അല്ലെങ്കിൽ ഇതൊക്കെ വന്നിട്ട് ചില ഓർഗൻസ് ഒക്കെ എന്ത് ചെയ്തു, നമ്മായിരിക്കുക, പ്രവർത്തിക്കുന്നില്ല. ഇതാ ചാവാറായ ശേഷിപ്പ്. എനിക്കൊന്ന് ഇവിടെയൊക്കെ മിക്കവരും നേഴ്സസ് ആണെന്നാണ് എൻ്റെ ഒരു വിചാരം. ഹെൽത്ത് പ്രൊഫഷണൽസ് എനിവേ ആരെങ്കിലും ഒക്കെ കാണും, അല്ലെങ്കിൽ കേട്ടറിവ് കാണും. ഞാൻ ഈ റെവലേഷൻ ചാപ്റ്റർ 3 ഈ വാക്യമുണ്ടല്ലോ, മരിച്ചവർ ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും നിങ്ങളാരാ? മരിച്ചവരാ. ചാവാറായ ശേഷിപ്പുകളെ ജീവിപ്പിക്കണം. അത് വായിച്ചിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് കിട്ടിയ വൺ വേർഡിൽ അങ്ങനെയുള്ളവരെ ഞാൻ പെട്ടെന്ന് അവരെ കുറിച്ച് പറയുന്ന ഒറ്റ വാക്ക്, വെന്റിലേറ്റഡ് പേഷ്യൻസ് എന്നാണ്. വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ. ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിൻ്റെ പ്രത്യേകത സഭയിലും ഉണ്ട് കേട്ടോ. ഒത്തിരി വെന്റിലേറ്ററിൽ കിടക്കുന്ന വിശ്വാസികൾ കേട്ടോ. വെന്റിലേറ്റർ പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യാൻ എളുപ്പമാണോ? ആണോ? അല്ല അല്ലേ? എല്ലാ നേഴ്സുമാർ ചെയ്തു കൊടുക്കണം. ചില വീട്ടിൽ അങ്ങനെ, ചില ഭർത്താക്കന്മാർ അങ്ങനെ വെന്റിലേറ്റഡ് പേഷ്യൻസാണ്. ഭാര്യ രാവിലെ ഷർട്ട് തേച്ച് കൊടുത്താലേ ചർച്ച വരത്തുള്ളൂ. ബൈബിൾ കൊണ്ട കൈ വെച്ച് കൊടുത്താൽ അവർ ചർച്ച വരും. ഭാര്യമാരും മക്കളും അങ്ങനെയുള്ളവരുണ്ട്. മമ്മി രാവിലെ അലാം വെക്കണം, എഴുന്നേൽപ്പിക്കണം, മോനെ ഒന്ന് കാപ്പി കൊടുക്കുക, സൺഡേ സ്കൂളിന് പോവുക, ചർച്ചിലെ മീറ്റിങ്ങിന് വാ. ചില ലേഡീസും അങ്ങനെ, ലേഡീസ് കോർഡിനേറ്റേഴ്സ് കീപ്പ് ഓൺ, എല്ലാവരും ഇൻഡിവിജ്വലി വിളിച്ചാലേ അവരെന്ത് ചെയ്യത്തുള്ളൂ. പറ, അങ്ങനെയുള്ളവരിനകത്തില്ലല്ലോ. അപ്പോൾ ഉറക്കെ പറ. അങ്ങനെയാണോ നിങ്ങൾ ഇന്ന് വന്നേ? പ്രത്യേക ക്ഷണനം കിട്ടി വന്നവരാണോ? ആണെങ്കിൽ ഓർത്തോ, വെന്റിലേറ്റർ പേഷ്യൻ്റാ. ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ അവർ ബ്രീത്ത് ചെയ്യത്തില്ല. വെന്റിലേറ്റർ മാറ്റിയാൽ സപ്പോർട്ട് പോയാൽ തീർന്നു. കഴിക്കാൻ സപ്പോർട്ട്, ശ്വസിക്കാൻ സപ്പോർട്ട്, എല്ലാത്തിനും സപ്പോർട്ട്. ചിലർ പരാതി പറഞ്ഞു, എന്നെ വിളിക്കാത്തത് കൊണ്ട് ഞാൻ ആ മീറ്റിങ്ങിന്, എന്നെ പ്രാർത്ഥിക്കാൻ സമയം തരാത്തത് കൊണ്ട്. ഓർത്തോ കേട്ടോ, വെന്റിലേറ്ററില്ല പോക്ക. വെന്റിലേറ്റർ മാറ്റിയാൽ മരിച്ചെന്ന് ഡിക്ലെയർ ചെയ്യുക. അതുവരെ മരിച്ചെന്ന് പറയത്തില്ലല്ലേ. ഞാൻ എപ്പോഴും ഓർത്തണം, ആക്ച്വലി ആളെന്താ, ഡെഡാ. പക്ഷെ എന്ത് ചെയ്തേക്കുക, ഈ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ജീവിക്കുക. അങ്ങനെയുള്ള പേഷ്യൻസ് ആരെങ്കിലും വിശ്വാസത്തിൽ ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോണം. മനസ്സിലാവുന്നുണ്ടോ? ആൾക്കാരിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രാർത്ഥിക്ക്, ആരാധിക്ക്, ചർച്ചി വാ, ബൈബിള് വായിക്ക്. ചില കുഞ്ഞുങ്ങളുണ്ട്, അമ്മമാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ദാറ്റ് ഇസ് ഗുഡ്. സ്റ്റോപ്പ് ചെയ്യല്ലേ, എപ്പോഴാ ജീവൻ തിരിച്ചു കിട്ടുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇന്ന് ചാവാറായ ശേഷിപ്പൊക്കെ എന്ത് ചെയ്തോണം? ശക്തീകരിച്ചോണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ കർത്താവ് പറഞ്ഞ വാക്ക് അവസാനത്തിൽ ഇങ്ങനെ പറയുന്നത്, ഞാൻ വരും. അതിന് വല്ല മാറ്റമുണ്ടോ? ഇല്ല. അവിടെ പറഞ്ഞ വാക്കിങ്ങനെ, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. അടുത്ത വാക്ക് ഞാൻ ഒന്ന് ഉറക്കെ വായിക്കുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുന്നില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ എനിക്കുണ്ട്. ഇവിടെ പറയുന്ന കർത്താവ് വരും, തൻ്റെ സഭയെ ചേർക്കും. ആരാ ഉണർന്ന് ഇരിക്കുന്നറിയോ, പോകുന്നറിയോ? ഉണർന്നിരുന്നവർ. എന്താ ഈ ഉണർന്നിരിക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? അവിടെ റോമൻസ് ചാപ്റ്റർ 13 ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. ആൻഡ് ഡു ദിസ് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രസന്റ് ടൈം, ദ അവർ ഹാസ് ഓൾറെഡി കം ഫോർ യു ടു വേക്ക് അപ്പ് ഫ്രം ദ സ്ലംബർ ബിക്കോസ് അവർ സാൽവേഷൻ ഇസ് നിയറർ നൗ ദാറ്റ് വെൻ വി ഫസ്റ്റ് ബിലീവ്ഡ്. നമ്മൾ വിശ്വസിച്ചതിനേക്കാൾ രക്ഷ എന്ത് ചെയ്തിരിക്കുക? അടുത്തിരിക്കുക. എന്ത് ചെയ്യണം? അപ്പം ഉണരണം. ഒറ്റ വാക്ക് ഞാൻ ഈ മെസ്സേജിനെ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒറ്റ വാക്ക് പറയുക. ദൈവമക്കളെ, ചർച്ചിൽ നിങ്ങൾ രാവിലെ ആരാധനയ്ക്ക് വരുവാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങുമ്പം ആസ്ക് യുവർ സെൽഫ്, വാട്ട് ഈസ് മൈ ഇൻറ്റൻഷൻ ദാറ്റ് ഐ എം ഗോയിങ് ടു ചർച്ച് ടുഡേ? പല ഇൻറ്റൻഷൻ ഉള്ളവരുണ്ട്. ഒന്ന്, പാസ്റ്റർ എന്ത് പറയും ഞാൻ ഇന്ന് ആരാധനയ്ക്ക് ചെന്നില്ലെങ്കിൽ. 2, ഒരു ഔദ്യോഗിക സ്ഥാനമുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ചർച്ചിൽ വരുന്നു. 3, തൊട്ടടുത്തിരിക്കുന്നയാളും വിളിച്ച് ചോദിക്കും. വന്നില്ലെങ്കിൽ ഓർക്ക് എന്തോ പ്രശ്നം വീട്ടിൽ നടന്നു. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കൂടെ ഇതൊക്കെ ഇൻറ്റൻഷനായിട്ട് വരുന്നതെങ്കിൽ ഓർത്തോ, ഉറങ്ങുക. കേട്ടോ? മനസ്സിലാവുന്നുണ്ടോ? ദൂത് ഉറങ്ങുക. ദൈവവുമായിട്ട് യഥാർത്ഥ ആത്മബന്ധമുള്ള ഒരു ദൈവ പൈതലിനാരും ഉണർത്തണ്ട. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അവർ കറക്റ്റ് സമയത്ത് ചർച്ചിൽ വരും. അവരെ ആരും സ്തുതിപ്പിക്കണ്ട. ബിക്കോസ് ജീവനുള്ളവൻ എന്നും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. അവർ ദൈവിക സ്നേഹത്തിൻ്റെ കാര്യത്തിൽ കുറവുള്ളവരല്ല. അവരെ മറ്റുള്ളവർ ഹേർട്ട് ചെയ്യുമ്പോഴും ക്ഷമിച്ചുകൊണ്ട് മറ്റൊരാളെ ചേർത്ത് പിടിക്കാൻ അവർ സന്നദ്ധത കാണിക്കും. 3, അവരെപ്പോഴും മണവാളൻ്റെ വരവിനെ കുറിച്ച് ആർത്തിയുള്ളവരായിരിക്കും. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ആൾക്കാർ വൈറലാക്കിയ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു. ഞാൻ പറയും, നമ്മൾ നുണ പറയത്തില്ല, നുണ പാടും.
അതിലൊരു പാട്ടാ, നമ്മളൊക്കെ പാടുന്ന പാട്ടാ, കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നെഞ്ചത്ത് കൈ വെച്ചിട്ട് ചോദിച്ചു, ഞാൻ ആ പാട്ട് പാടുന്നത് സത്യമായിട്ടാണോ? കാന്തനെ കാണാൻ ശരിക്കും ആർത്തി ഉണ്ടോന്ന്? ആർത്തി എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാമോ? ആർത്തി എന്തുവാ? യു റിയലി ക്രേവ് ഫോർ ഇറ്റ്. ക്രേവിംഗ് എന്ന് പറയാം. എന്തുവാ ക്രേവിങ്? അറിയാമോ? ക്രേവിങ്ങിൽ ഇവിടെ ആർക്കും ആർത്തി ഇല്ലാത്തവരെ, നല്ല കാര്യം. ഇപ്പം ഞാനിവിടെ ഇരുന്ന് കപ്പയുടെ മീൻ്റെയൊക്കെ കാര്യം പറഞ്ഞാൽ, പൊറോട്ടയും ബീഫ് കറിയുടെയും കാര്യം പറഞ്ഞാൽ ഉറപ്പായിട്ട് ഇന്നോ നാളെയായിട്ട് വീട്ടിൽ ഭാര്യയെ കൊണ്ട് അത് ഉണ്ടാക്കിക്കും, അല്ലെ നിങ്ങൾ മേടിച്ചെങ്കിലും കഴിക്കും, അല്ലേ? ബിക്കോസ് അത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ എന്ത് വരും? വേണം, അത് പെട്ടെന്ന് വേണം എന്നുള്ളൊരു ചിന്ത വരും. ഇതുപോലെ തന്നെ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് എപ്പോഴൊക്കെ തൻ്റെ മണവാട്ടി ചിന്തിക്കുമ്പോൾ അത് ഇപ്പം വേണോന്ന് ഹൃദയത്തിൽ ചിന്തിച്ചിരിക്കും. ഇന്ന് ദൈവസഭയുടെ ഇടയിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്, കർത്താവിൻ്റെ വരവിനെ ആഗ്രഹിക്കുന്നവർ കൈ വെക്കാൻ പറഞ്ഞു പോപ്പിക്കുകയാണ്. കാരണം എന്നറിയോ? അവർക്ക് ഓട്ടോമാറ്റിക്കലി കൈ വങ്ങത്തില്ല. കാരണം കർത്താവെ ഇപ്പോൾ വരല്ലേ, മോടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട്, അയ്യോ വരല്ലേ, എൻ്റെ കൊച്ചു മെഡിക്കൽ സ്കൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അയ്യോ പെണ്ണിൻ്റെ കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കുക, അവിടെ കല്യാണത്തിന് ഉടുക്കാൻ പട്ടുസാരി മേടിച്ച് വെച്ചേക്കുക, അതൊക്കെ ഒന്ന് ഉടുത്ത് ഒരു ദിവസം ഒന്ന് ഷൈൻ ചെയ്ത് കഴിഞ്ഞിട്ടേ കർത്താവേ. ഇതിനെയാണ് ആർത്തി എന്ന് പറയുന്നത്? ആണോ? അല്ല. എന്താ കാന്തനെ കാണാൻ ആർത്തി എന്ന് പറഞ്ഞാൽ? ഇല്ല പ്രത്യാശ മറ്റൊന്നിലും എന്ന് വെച്ചാൽ, ഈ ലോകത്തിൽ പ്രാർത്ഥനകളുടെ മറുപടി കിട്ടിയില്ലേലും അപ്പാ അങ്ങയുടെ വരവ് എനിക്ക് ഏറ്റവും കാമ്യമാ, ഞാനത് ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ നിമിഷം എൻ്റെ കർത്താവ് വന്നാൽ കർത്താവിൻ്റെ വരവെങ്കിൽ പോകണമെന്നുള്ളത് മാത്രം എൻ്റെ പ്രതീക്ഷയെന്ന് ഹൃദയത്തിൽ തട്ടിപ്പറയാൻ കഴിയുന്നവൻ ജീവനുള്ളതാ. പക്ഷെ ഇപ്പം ഞാനിവിടെ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറഞ്ഞപ്പോഴും, അയ്യോ സത്യ സിസ്റ്റർ ഇപ്പം വരരുതെന്ന് എൻ്റെ ആഗ്രഹം എന്ന് മനസ്സിൽ സത്യമായിട്ട് ചിന്തിച്ചവരോട് ഞാൻ ദൂത് പറയാം, ചത്തോണ്ടിരിക്കുക, പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ചത്തുപോകും, എന്നേക്കുമായിട്ട് കൈവിടപ്പെട്ടു പോകും. അതുകൊണ്ട് ചാവാറായ ശേഷിപ്പുകളെ എന്ത് ചെയ്യണം? എങ്ങനെ ശക്തീകരിക്കണം? 2 കാര്യം: ദൈവവചനം ഡെയിലി വായിക്കുക, പ്രാർത്ഥിക്കുക, കർത്താവിൻ്റെ സന്നിധിയിൽ സമയം സ്പെൻഡ് ചെയ്യുക. ചാവാറായ ഓർഗൻസ് ഏതാന്ന് കണ്ടുപിടിച്ച് ശക്തീകരിച്ചില്ലെങ്കിൽ മണവാളൻ വരും. ഉണർന്നിരുന്ന കന്യകമാർ, തൻ്റെ വിളക്കിൽ എണ്ണ കരുതിയവർ, അവർ ഉറങ്ങാതെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവർ മണവാളൻ്റെ കാഹളനാദം കേട്ട് കൂടെ പോയി. മറ്റ് 5 പേര് ബുദ്ധി ഉണ്ടെന്നും ഭയങ്കര ബുദ്ധിമാന്മാരാന്നും പറഞ്ഞ് ചിലർ പറയും എനിക്ക് ഭയങ്കര ബുദ്ധിയാ. ഈ ബുദ്ധി എവിടാന്നറിയാമോ? മറ്റു കാര്യങ്ങളിൽ. ആത്മീയ കാര്യത്തിൽ ഈ ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല. എന്ത് പറ്റിയെന്നറിയാം? കൈവിടപ്പെട്ടു പോയി. അതുകൊണ്ട് കർത്താവ് വരാറായി, തൻ്റെ സഭയെ ചേർക്കാറായി. അവിടെ പറയുക, ഉറങ്ങുന്നവനെ ഉറക്കത്തിൽ നിന്ന്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണർന്നോ. കൂടെ ഇരിക്കുന്നവർ മരിച്ചവരാണെങ്കിൽ എത്രയും വേഗം സ്വയമായിട്ട് എഴുന്നേൽക്കുക. മരിച്ചു പോകാൻ തുടങ്ങിയവരെ ഉണർത്തുകയും ചെയ്യണം. നമ്മൾ ഉണരണം, മറ്റുള്ളവരെ ഉണർത്തുകയും ചെയ്യണം. ആകയാൽ നൽകി തന്ന ഈ നല്ല സമയത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എഴുന്നേൽക്കുക, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക, വിളക്കിൽ എണ്ണ കരുതുക, കർത്താവിൻ്റെ കാഹളനാദം കേൾക്കാൻ ചെവിയെ ഉണർത്തുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.